നമസ്കാരം. ആയൂർ ടു ഓയൂർ ന്യൂസിലേക്ക് സ്വാഗതം. പുറംകടലിൽ കഴിഞ്ഞ ദിവസം മുങ്ങിയ കപ്പലിൽ നിന്നും ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകളിൽ ചിലത് ഇന്ന് രാവിലെ 5 തെങ്ങ് തീരത്തടിഞ്ഞു. ഇന്നലെ മാത്രം 35ഓളം കണ്ടെയ്നറുകളാണ് ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ കരക്കടിഞ്ഞത്. അതിൽ 34 കണ്ടെയ്നറും കൊല്ലം ജില്ലയുടെ വിവിധ തീരങ്ങളിലും ഒരെണ്ണം ആലപ്പുഴ വലിയഴീക്കൽ തറയിൽ കടവിലും സമീപവുമാണ് കണ്ടെത്തിയത്. 28 പേർക്കിരിക്കാവുന്ന ബോട്ടും കരക്കടിഞ്ഞിട്ടുണ്ട്. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ ഒന്നിലും ഹാനികരമായ വസ്തുക്കൾ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. 6 എണ്ണത്തിൽ തേയില, തുണിത്തരങ്ങൾ തുടങ്ങിയവയായിരുന്നു. കപ്പൽ മുങ്ങിയതിനെ തുടർന്നുണ്ടായ എണ്ണപ്പാട നീക്കാനുള്ള ദൗത്യം പുരോഗമിക്കുകയാണ്. ആദ്യം വ്യാപിച്ച 2 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ മാത്രം എണ്ണപ്പാട ഒതുക്കി നിർത്താനും തീരത്തേക്ക് വ്യാപിക്കുന്നത് ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്നാൽ കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം കടൽ പ്രക്ഷുബ്ധമായതും കാഴ്ചാപരിധി കുറഞ്ഞതും തീരസേനയുടെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്നലെ രാവിലെ വ്യോമ നിരീക്ഷണത്തിനും എണ്ണപ്പാട നശിപ്പിക്കാനുള്ള രാസവസ്തുക്കൾ വിതറാനുമായി എത്തിയ ഡോണിയർ വിമാനം രാവിലെ പ്രതികൂല കാലാവസ്ഥ മൂലം താഴ്ന്നു പറക്കാനാവാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. മടങ്ങിപ്പോയ വിമാനം ഉച്ചയോടുകൂടി വീണ്ടും മേഖലയിലെത്തിയെങ്കിലും കപ്പൽ മുങ്ങിയ സ്ഥലത്ത് 100ഓളം കണ്ടെയ്നറുകളും അതിനുള്ളിലെ സാധനങ്ങളും ചിതറിക്കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുകയാണ്. നിലവിലുള്ള പട്രോൾ യാനങ്ങൾക്ക് പുറമെ ആധുനിക മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുള്ള കപ്പലായ സമുദ്രപ്രഹരിയെ കൂടി മേഖലയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കടലിൽ മുങ്ങിയ കപ്പൽ കമ്പനിയായ MSCയും പ്രൊഫഷണലുകളെ നിയോഗിച്ച് തെരച്ചിൽ നടത്തുകയാണ്. കപ്പൽ മുങ്ങിയ സാഹചര്യത്തിൽ തീരപ്രദേശത്തുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ട്. കാലവർഷം ശക്തമായതിനാലും കടലാക്രമണ ഭീതിയുള്ളതിനാലും മത്സ്യത്തൊഴിലാളികൾക്ക് 28 വരെ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിലേക്ക് പോയ ബോട്ടുകൾ എത്രയും പെട്ടെന്ന് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുങ്ങിയ കപ്പലിൽ നിന്നും തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ മാറ്റുന്നതിനായി ദുരന്ത നിവാരണ പ്രവർത്തന വൈദഗ്ധ്യമുള്ള NDRFന്റെ സേവനം വിനിയോഗിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. തകർന്ന കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്നുണ്ടെങ്കിലും തൽക്കാലം പേടിക്കേണ്ടതില്ലെന്ന് കേരള സർവകലാശാല സമുദ്ര പഠന വിഭാഗം മേധാവി S. റാഫി അറിയിച്ചു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾക്ക് സമീപത്ത് നിന്നും ജലം ശേഖരിച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനകം മാത്രമേ പൂർണ്ണ പരിശോധനാ ഫലം ലഭ്യമാകുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 50ഓളം കണ്ടെയ്നറുകൾ കരക്കടിഞ്ഞിട്ടുണ്ടെങ്കിലും കരക്കടിഞ്ഞ കൂടുതൽ കണ്ടെയ്നറുകളും കാലിയായിട്ടാണ് കരക്കടിഞ്ഞിട്ടുള്ളതെന്നാണ് പ്രാഥമിക വിവരം. എറണാകുളം, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ തീരപ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കെട്ടുകൾ കരക്കടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടുകളിൽ അപകടകരമായ ഒന്നും തന്നെ ഇല്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആയൂർ ടു ഓയൂർ ന്യൂസ്, 5 തെങ്ങ്.